ടു യാനിസ്റ്റ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു യാൺ അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത്. ഞാൻ 2 ഓൺലൈൻ സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങിയിട്ടുള്ള യാൺ അൺബോക്സിങ്ങും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ യാൺ മേടിച്ചിട്ടുള്ളത് പ്രധാൻ എംബ്രോയിഡറി സ്റ്റോഴ്സിനും KSense.com ആണ്. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺലൈനായിട്ട് യാൺ മേടിക്കുന്ന സ്റ്റോഴ്സ്, നിങ്ങളത് കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത കുറച്ച് യാൺ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എൻ്റെ സൗണ്ടിന് ചെറിയൊരു കുഴപ്പമുണ്ട്, നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എനിക്ക് ഒച്ച അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ യാൺ വന്ന സമയത്ത് എനിക്ക് അത് പൊട്ടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ സൗണ്ട് റെഡി ആവാൻ കാത്തുനിന്നാൽ വീഡിയോ ഇടാൻ ലേറ്റാവും, പൊട്ടിക്കാൻ ലേറ്റാവും. അതിനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് എനിക്ക് പ്രധാനം വന്ന പാക്കേജാണിത്. ഇത് ഒരുപാടുണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. വന്നത് ഇത്രയാണ്. അപ്പോൾ ഇതിൽ കുറേ വെറൈറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് നോക്കാം. വർദ്ധമാൻ കോട്ടനെയാണ് ഇത്. ഒരു മിക്സ് യാണാണ്, അതായത് 51% കോട്ടനും 49% അക്രിലിക്കും വരുന്ന ഒരു യാണാണിത്. 100 ഗ്രാമിൻ്റെ ബോളാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അക്രിലിക് യാണിൻ്റെയും കോട്ടൺ യാണിൻ്റെയും മിക്സ് ആയതുകൊണ്ട് തന്നെ ഫസിനെസ് കുറച്ചുകൂടി കുറയും. അക്രിലിക്കിന് അത്ര ഫസിനെസ് ഇല്ല, കോട്ടൺ യാണിൻ്റെ അത്ര പ്രൈസും ഇല്ല. കോട്ടൺ യാണിനെക്കാട്ടും കുറച്ചുകൂടി പ്രൈസ് കുറവാണ് വരിക. പിന്നെ നല്ല ഫിനിഷിംഗ് ഉള്ളൊരു യാണാണ്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം നല്ല ഫിനിഷിങ് ഈ ഒരു യാണിന് വരുന്നുണ്ട്. അതാണ് ഈ ഒരു കോട്ടൺ യാണിൻ്റെ സ്പെഷ്യാലിറ്റി. ഞാൻ ഫസ്റ്റ് ടൈമാണ് കോട്ടൺ യാൺ മേടിക്കുന്നത്. ഒന്നെങ്കിൽ അക്രിലിക് അല്ലെങ്കിൽ കോട്ടൺ യാണാണ് ഞാൻ ഇത്രയും കാലം മേടിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ കളേഴ്സ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് സൈസ് 3 ആണ്, പക്ഷെ ഭയങ്കര അത്യാവശ്യം തിന്നാണ് കേട്ടോ. ഇതിന് അവർ ക്രോഷർ ഹുക്ക് പറയുന്നത് 2.5 mm ഒക്കെ ആട്ടോ. എൻ്റെ ഒരു വിശ്വാസത്തിൽ ഇത് സൈസ് 3 ആണ്. 125 ആണ് MRP വരുന്നത്. പക്ഷെ എനിക്ക് 105-നെങ്ങാണ്ടാണ് ഞാൻ മേടിച്ചത് KSense നിന്ന്. ഇത്രയും ഷെയ്ഡ്സാണ് ഞാൻ ഈ വർദ്ധമാൻ കോട്ടണിൽ വാങ്ങിയിട്ടുള്ളത്. ഇതൊരു യെല്ലോ, അതേപോലെ ഓഫ് വൈറ്റ്, പിന്നെ ഇതൊരു പൗഡർ ബ്ലൂ കളർ പോലെയുള്ളൊരു കളറാണ്. അതിൻ്റെ ലൈറ്റ് ഷെയ്ഡാണിത്. ഒരു ആഷ് പോലെയുണ്ട്, പക്ഷേ ബ്ലൂയിഷ് ആണ്. അതിൻ്റെ 2 ഷെയ്ഡാണ് ഇത്. അതേപോലെ യെല്ലോയും ഓഫ് വൈറ്റും. ഇനി നെക്സ്റ്റ് വൺ കോട്ടൺ ഡിലൈറ്റ് ആണ്. ഇത് വേറെ ഏതോ യാണിൻ്റെ കൂടെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ അതിൻ്റെ പൊടിയായതാണ്. മൊത്തം പൊടിയായി, ബ്ലാക്ക് ആയതുകൊണ്ട് പ്രത്യേകിച്ചും. കോട്ടൺ ഡിലൈറ്റ്, ഗംഗ കോട്ടൺ ഡിലൈറ്റ് എന്ന് പറയുന്ന യാണാണിത്. 100% കോട്ടൺ ആണ്. 130 റുപ്പീസാണ്. 169 മീറ്റർ ആണ് ഒരു ബോൾ ഓഫ് യാണിലുണ്ടാവുക. 100 ഗ്രാമിൻ്റെ ബോളിൽ ഉണ്ടാവുക. ഇതാണ് കോട്ടൻ്റെ ഒരു പ്രശ്നം. ഇതാണ് 100 ഗ്രാമിൽ ഇതിന് വെയിറ്റ് കൂടുതൽ, കോട്ടന് വെയിറ്റ് കൂടുതലായിരിക്കും. 100 ഗ്രാമിൽ അപ്പം മീറ്റേഴ്സ് കുറയും. അക്രിലിക് ആകുമ്പം നമുക്ക് കുറച്ചുകൂടി മീറ്റേഴ്സ് കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ വർദ്ധമാൻ കോട്ടനെ പോലെയുള്ള യാണാണെങ്കിൽ അത് ബ്ലെൻഡഡ് ആയതുകൊണ്ട് കുറച്ചുകൂടെ മീറ്റർ കിട്ടും 100 ഗ്രാം വാങ്ങുമ്പോൾ. ഇപ്പം നമുക്ക് വെയിറ്റിലല്ല കാര്യം, നമ്മൾ ക്രോഷ്യ ചെയ്യുമ്പോൾ മീറ്ററിലാണല്ലോ കാര്യം. ഒരുപാട് ചെയ്യണമെങ്കിൽ വെയിറ്റ് കുറവുള്ളതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇത് ഞാൻ ശരിക്കും വേറെ കുറച്ച് യാണിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ബ്ലാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ യാണൊക്കെ എടുത്ത് ഞാൻ ഓൾറെഡി ഒരു ടോപ്പ് ചെയ്തു. എന്തോ ഒരു ഇതിൽ ഞാൻ ചെയ്തു പോയി. ഇനിയിപ്പോൾ ഇതെന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും ഒരു പ്രൊജക്ട്സിൽ കുത്തിക്കയറ്റണം. ഇത് ഇനി നെക്സ്റ്റ് വണ്ണാണ്. ഇത് ഒരുപാട് കാലമായിട്ട് എൻ്റെ വിഷ് ലിസ്റ്റിലുള്ളൊരു യാണായിരുന്നു. ഇതാണ് ഗംഗ സ്റ്റാർലൈറ്റ് യാണ്. ഇതൊരു ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു യാണാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന്? ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ഒരു ത്രെഡ് ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഷൈനിങ് എലമെൻറ്റ്സ് ഉണ്ട്. ഒരു ഗ്ലിറ്ററി ആയിട്ടുള്ള യാണാണിത്. അപ്പോൾ നമുക്ക് ഗാർമെൻറ്റ്സിനും ബാഗ്സിനും ഒക്കെ പറ്റിയിട്ടുള്ള ക്ലച്ചസൊക്കെ ചെയ്യാൻ, പേഴ്സൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള യാണാണ്. അതേപോലെ നമുക്ക് ഗാർമെൻറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. കാർഡിഗാൻ അതേപോലത്തെ സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള യാണ്. ശരിക്കും ഇത് അക്രിലിക് ആണ്. 1% മെറ്റലാണ്. ഇതിൻ്റെ ഇടയിലൂടെ പോകുന്ന ഇത് മെറ്റാലിക് ത്രെഡാണ് ഈ ഷൈനിങ് ആയിട്ടുള്ളത്. ഇതിൻ്റെ കുറേ കളേഴ്സ് അതിലൊക്കെ അവൈലബിൾ. ഇത് പ്രധാനിലും ഉണ്ട്, KSenseലും ഉണ്ട്. ഞാൻ KSense നിന്നാണ് വാങ്ങിയത്. KSenseൽ കുറച്ചുകൂടി റേറ്റ് കുറവുണ്ട്. ഇതിൻ്റെ ബ്ലാക്കും അതേപോലെ നല്ല പേർപ്പിൾ ഷെയ്ഡൊക്കെ അതിൽ അവൈലബിൾ ആണ്. ഞാൻ പിന്നെ ഒരു പരീക്ഷണത്തിനാണ് ഈ ബ്ലൂ വാങ്ങിയത്. കാരണം പർപ്പിളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഉപയോഗിക്കാൻ പറ്റാത്ത പർപ്പിളാണ്, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പേർപ്പിളാണ്. അതുകൊണ്ടാണ് ഞാനത് മേടിക്കാഞ്ഞത്. പിന്നെ ബ്ലാക്ക് ഞാൻ ഓൾറെഡി കോട്ടൺ ഡിലൈറ്റ് മേടിച്ചതുകൊണ്ടാണ് ഈ ഒരു ബ്ലൂവിലേക്ക് പോയത്.
ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞല്ലോ കോമ്പോസിഷൻ വരുന്നത് അക്രിലിക് ആണ്. അതേപോലെ 100 ഗ്രാമിൽ 170 മീറ്റർ ആണിത് വരിക. ഇത് സൈസ് 4 യാണാണ്. നേരത്തെ നമ്മൾ വാങ്ങിയതൊക്കെ സൈസ് 3 ആണ്, ഇത് മാത്രം സൈസ് 4 ആണ്. ഇനി നെക്സ്റ്റ് വന്ന് എൻ്റെ ഒരുപാട് കാലത്തെ വിഷ് ലിസ്റ്റിലുള്ളൊരു യാണായിരുന്നു. എല്ലാ സ്ഥലത്തും സ്റ്റോക്ക് ഔട്ട് ആയി കിടന്ന വളരെ 1-2 കളേഴ്സ് മാത്രം, നമുക്കത്ര ഇഷ്ടപ്പെടാത്ത കളേഴ്സ് മാത്രം സ്റ്റോക്ക് ഉണ്ടാവും. ബാക്കിയൊക്കെ പ്രധാനമൊന്നും ഈ യാണില്ല. കേസൻസിലുണ്ട്. അതേപോലെ ഗംഗയുടെ ഡയറക്റ്റ് വെബ്സൈറ്റിലാണ് ഉള്ളത്. അപ്പം കേസൻസിൽ തന്നെ ഞാൻ ഈ ഒരു ഷെയ്ഡ് 3-4 എണ്ണം മേടിച്ചപ്പോൾ തന്നെ 3-4 ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ അത് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി. എനിക്ക് 5 എണ്ണം വാങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പം ഒരു ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് ഔട്ടായി. പിന്നെ ഞാൻ 2 പീസ് എക്സ്ട്രാ ഗംഗയുടെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അത്രയും ഡിമാൻഡുള്ള ആണാണിത്. പിന്നെ ഇതിൻ്റെ നല്ല കളേഴ്സൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോൾ ഇതിൽ ഒരുവിധം ഷെയ്ഡൊക്കെ അത്യാവശ്യം നല്ല ഷെയ്ഡ്സാണ് വരുന്നത്. എന്നാലും നമുക്കതിൽ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് അനുസരിച്ച് ചെറിയ ഇഷ്ടക്കുറവ് വരുന്ന ഷെയ്ഡ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതാണ് ഗംഗ റോസല്ല. കണ്ടോ ഇതിൻ്റെ കളേഴ്സ് നോക്കി എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ. കണ്ടോ കോട്ടൺ ക്യാൻഡി പോലെയൊക്കെ തന്നെ. ഇത് ക്യാൻഡി എന്തോ ആണ് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര് കേട്ടോ. ഷെയ്ഡ് നമ്പർ ഇതിലുള്ളൂ. നല്ലൊരു പേർപ്പിൾ, യെല്ലോ, അതേപോലെ പിങ്കും ഒക്കെ വരുന്ന ഒരു കളർ വേ ആണ് ഇതിൻ്റെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർവേസ് ആണുള്ളത്. ഇതൊരു മിക്സഡ് ആയിട്ടുള്ളൊരു യാണാണിത്. സൈസ് 4 വരുന്ന യാണാണ്. 61% കോട്ടണും 39% അക്രിലിക്കും വരുന്നതാണ്. 100 ഗ്രാമിന് 200 മീറ്റർ ആണ് ഇതിന് ലെങ്ത് വരിക. അതിന് പ്രൈസ് ഉണ്ട് അത്യാവശ്യം. 155 ആണ് ഒരു ബോളിൻ്റെ റേറ്റ്. ഞാൻ ഗംഗയിൽ നിന്ന് വാങ്ങിയപ്പോൾ 155 തന്നെയായി ഒരു ബോളിന്. പിന്നെ കേസൻസിൽ നിന്ന് വാങ്ങിയപ്പോൾ 135 അങ്ങനെ എന്തോ ആണ് റേറ്റ് വന്നത്. ഇത് കുറച്ചൊരു ഫസ് ഉള്ള ടൈപ്പ് യാണാണ്. കാണുന്നില്ലേ, ചെറുതായിട്ട് ഇതിന് ഇങ്ങനെ നാരിങ്ങനെ പൊന്തിയിരിക്കുന്നുണ്ടാവും. പക്ഷെ ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള യാണാണ്. ഡയറക്റ്റ് നമ്മൾ ഫൈബേഴ്സ് തൊടുന്ന പോലെ തോന്നും. അതായത് യാണല്ലാണ്ട് ഫൈബർ നമ്മൾ കോട്ടണൊക്കെ തൊടില്ലേ, പഞ്ഞി, അതേപോലെയുള്ള അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു യാണാണ്. ഇതിൻ്റെ ഒരു 3-4 എണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ, സെയിം കളറിൽ. ഇത്രയാണ് ഞാൻ കേസൻസിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പ്രധാനം എന്ന് വാങ്ങിയാൽ നോക്കാം. പ്രധാനം ഞാൻ മെയിനായിട്ട് 2 ടൈപ്പ് യാണാണ്. അതിൽ ഗംഗ ഗംഗ ഒലിവിയ പറയുന്ന യാണാണ്. അതിൻ്റെ കുറേ ഷെയ്ഡ്സാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ വേറൊരു യാണുണ്ട്. ഇത് 100% അക്രിലിക് യാണാണ്. 266 മീറ്റർ ഉണ്ടാവും. 110 ആണ് റേറ്റ് വരുന്നത്. 110 ഒന്നും ആയിട്ടില്ല, 100 എങ്ങാണ്ടാണ് നമുക്ക് വാങ്ങുമ്പോൾ ആയത്. പ്രധാനെന്ന് ഗംഗ ഒലിവിയ ഡബിൾ നെറ്റ് യാണെന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ ഇതിൻ്റെ സൈസ് 3 ആണ്. 4.5 mm ഒക്കെയാണ് ഹുക്ക് സൈസ് പറയുന്നത്. സൈസ് 3 ആണാണ് ഇത്. ഇങ്ങനെ ബ്രാൻഡഡ് യാണ് വാങ്ങുമ്പോഴുള്ളൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ സൈസ് 3 അക്രിലിക് യാണ് വാങ്ങുമ്പോൾ ഭയങ്കര തിന്നായിരിക്കും, അതേപോലെ തന്നെ ഭയങ്കര ഫസ്സായിരിക്കും, അത് വല്ലാണ്ട് നൂല് പൊന്തിയിരിക്കും, ഫിനിഷിങ് ഉണ്ടാവില്ല ചെയ്യുന്ന വർക്കിന്. പക്ഷേ ഇങ്ങനത്തെ ബോളായിട്ട് വരുന്ന യാണിന് കുറച്ചുകൂടെ ഫിനിഷിങ് ഉണ്ടാവും, അതായത് പിളർന്നു പോകുന്നതൊന്നും കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഒന്ന് ഈ ബ്ലൂ ആണ് ഞാൻ ആദ്യം കാണിച്ചത്. ഇതൊരു റോയൽ ബ്ലൂവിൻ്റെ ഒക്കെ ലൈറ്റ് ഷെയ്ഡാണ്. പിന്നെ ഇത് കുറച്ചുകൂടി ഒരു അക്വാ ബ്ലൂ പോലത്തെ ഒരു കളറാണിത്. പിന്നെ ഇതൊരു ലൈറ്റ് ഒരു ബേജ് കളർ. പിന്നെ ഒരു ഓറഞ്ച് യെല്ലോ. ഇത് നല്ല സൺഫ്ലവർ യെല്ലോ ആണ്. നല്ല കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് റെഡാണ്. പിന്നെ ബ്രൗൺ ഉണ്ട്. ഇതൊരു വേറൊരു ബ്ലൂ. ഇത് നേവി ബ്ലൂ. ഇത് മെറൂൺ. പിന്നെ ഇത് ലൈറ്റ് പീച്ചും ഇത് ലൈറ്റ് ബ്രൗണും ആണ്. നമുക്ക് ഇത് ഓഫ് വൈറ്റ് ആണ്. ഇതിൻ്റെ 4 എണ്ണം ഉണ്ട്. ഇത്രയാണ് ഒലിവിയ ഉള്ളത്. ഇത് ഗംഗയുടെ ഈ അടുത്ത് ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു യാണാണ്, കുറച്ചായിട്ടേ ഉള്ളൂ. ഇത് ഗംഗ പെയിൻറ് ബോക്സ് എന്ന് പറയുന്ന മൾട്ടി കളർ യാണാണ്. ഇതിലിങ്ങനെ ഡോട്ട്സ് ആയിട്ട് ഇടയ്ക്കിടയ്ക്കാണ് കളറ് മാറുന്നത്. ബാക്കി ചില യാൺസിനൊക്കെ ഡിസ്റ്റൻസ് ആയിട്ടാണ് കളറ് മാറാറ്. കണ്ടോ, ഒരു പിങ്ക് ബ്ലൂ പർപ്പിളൊക്കെ ഒരു കോമ്പിനേഷനിലാണ് ഇത് മേടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കുറേ കളർവൈസ് അതിൽ അവൈലബിൾ ആണ്. 100% അക്രിലിക് ആണ്. 100 ഗ്രാമിൽ 270 മീറ്റേഴ്സ് ആണ് വരുന്നത്. 130 ആണ് ഇതിൻ്റെ MRP വരുന്നത്. സൈസ് 3 ലൈറ്റ് വെയിറ്റ് യാണാണ്. ഇതിൻ്റെ 4 നമ്പേഴ്സ് ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. കേസൻസിൽ നിന്ന് പ്രധാനം കൂടിയായിട്ടാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൊജക്ട്സൊക്കെ ഇനി ചെയ്യണം. യാണ് മേടിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടാൽ മതി. ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ മേടിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യാണ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.